സാംസങ്ങിൻ്റെ സാംസങ് A60 എന്നുള്ള ഫോണ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പഞ്ച് ഹോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു ഫോണ് വരുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. സാംസങ് എന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്തത്ര ഒരു കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A60 എന്നുള്ള ഫോണിനെ പറ്റിയിട്ടാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുമായിരിക്കും. സാംസങ് A60യുടെ ഡിസ്പ്ലേ വരുന്നത് 6.3 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. IPS LCD പാനലാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം സാംസങ്ങിൻ്റെ മറ്റ് A സീരീസുകളിൽ വരുന്ന ഫോണുകളിലൊക്കെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൽ AMOLED ഡിസ്പ്ലേ ഇല്ല എന്നതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചും അതുപോലെ തന്നെ മറ്റ് സ്പെസിഫിക്കേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ AMOLED ഡിസ്പ്ലേ ഇല്ല എന്നത് വലിയൊരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ടതില്ല. എടുത്തു പറയേണ്ട കാര്യം ഇൻഫിനിറ്റി O ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് എന്നുള്ളതാണ്. ഇൻഫിനിറ്റി O ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ അവിടെ മാത്രം ജസ്റ്റ് ഒരു ഹോൾ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഇൻഫിനിറ്റി O ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സാംസങ് ഇതിനെ ജസ്റ്റ് ഇൻഫിനിറ്റി O ഡിസ്പ്ലേ എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു ഡിസൈൻ നമ്മൾ മുമ്പ് സാംസങ്ങിൻ്റെ തന്നെ സാംസങ് A8 പോലുള്ള ഫോണുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കവർ വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയുമായിട്ടാണ്. എന്നാലും ഒരു ഗ്ലോസി ടൈപ്പ് ഫിനിഷ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സാംസങ് A50യിലൊക്കെ കണ്ടിരുന്ന അതേ ഒരു ബാക്ക് കവറിൻ്റെ ഡിസൈനാണ് ഈ ഒരു ഫോണിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ബാക്കിലാണ്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 675 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രോസസ്സർ മുമ്പ് റെഡ്മി നോട്ട് 7 Pro പോലുള്ള ഫോണുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 675 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള സാംസങ്ങിൻ്റെ One UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ്. 32 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറും 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാവൈഡ് ലെൻസും പിന്നെ 5 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ സെൻസറാണ്. അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 3500 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണ് ഇപ്പോൾ ഇന്ത്യയിൽ റിലീസായിട്ടില്ല. ഇപ്പോൾ ചൈനയിൽ മാത്രമാണ് റിലീസായിട്ടുള്ളത്. എന്നാലും ഇന്ത്യയിൽ ഉടനെ തന്നെ റിലീസാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഫോണിൻ്റെ വില തന്നെയാണ്. ഏകദേശം 20,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ, അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 675 എന്നുള്ള പ്രോസസ്സർ, പിന്നെ അത്യാവശ്യം നല്ല ക്യാമറയും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഇതൊക്കെ 20,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം, അതും സാംസങ് എന്നുള്ള കമ്പനിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ കോമ്പറ്റീഷനായിട്ട് വരിക 15,000 രൂപയ്ക്കും 25,000 രൂപയ്ക്കും വരുന്ന മറ്റു ഫോണുകൾക്കാണ്. അതുകൂടാതെ റെഡ്മി നോട്ട് 7 Pro എടുക്കാൻ ഉദ്ദേശിക്കുന്ന ചിലരെങ്കിലും സാംസങ് എന്നുള്ള കമ്പനിയിൽ നിന്ന് ഇതുപോലുള്ളൊരു ഫോൺ ലഭിക്കുന്നതുകൊണ്ട് ഈ ഒരു ഫോൺ എടുക്കാനും സാധ്യതയുണ്ട്. പിന്നെ നോക്കിയയുടെ ഇനി വരാൻ പോകുന്ന നോക്കിയ X71 എന്നുള്ള ഫോണും ഇതൊരു കോമ്പറ്റീഷനായി മാറും.